വൈകുന്നേരത്ത് നടക്കാൻ വേണ്ടി ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നല്ല പഴുത്ത ചക്കയുടെ സ്മെല്ല്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്ലാവിലെ ചക്ക പഴുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ്. ഇതിപ്പോൾ പ്ലാന്റ് ചെയ്തിട്ട് ഒരു 4 വർഷത്തോളമായി. ഒരു 1.5 വർഷം ആയപ്പോൾ തൊട്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പ്ലാന്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. പ്ലാന്റ് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കായ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ പ്ലാന്റിന്റെ സൈസിനനുസരിച്ച് എല്ലാ കായും കൂടെ നിർത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചെറിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടിച്ചക്ക ആകുമ്പോൾ തന്നെ കുറച്ച് ചക്ക എടുക്കുക, പിന്നെ മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് എടുക്കുക, അങ്ങനെ ലാസ്റ്റ് പഴുപ്പിക്കാനായിട്ട് കുറച്ച് ചക്ക മാത്രം പ്ലാന്റിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ പ്ലാന്റിന്റെ സൈസിനനുസരിച്ച് പ്ലാന്റ് വലുതായി വരുന്തോറും നമുക്ക് അതിങ്ങനെ മാറ്റാം, കുറച്ചധികം ചക്കയൊക്കെ പഴുപ്പിക്കാനായിട്ട് വെക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിനെന്താ വെച്ചെങ്കിൽ അധികം ചക്ക കായ്ച്ചിട്ടുള്ളത് അടിഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് പറിക്കാനും എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈസി ആയിട്ട് എടുക്കാൻ പറ്റാറുണ്ട്. പിന്നെ ഒരു പ്രത്യേകത, പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ചക്ക ഇതിൽ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഈ ചക്കയാണ് ഇപ്പോൾ പഴുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ ചക്ക എടുത്ത് മുറിച്ച് നോക്കാം, എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ 4 വർഷമായി പ്ലാവ് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ 4 വർഷത്തെ ഞങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളായിട്ട്. ഈ പ്ലാന്റിൻ്റെ കെയർ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു, നന എങ്ങനെയാണ്, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ സൂര്യപ്രകാശം എങ്ങനെ വേണം, എങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പ്ലാന്റ് നടാൻ നല്ലത് എന്നൊക്കെ ഉള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ഞങ്ങൾക്ക് വേറെ നാടൻ പ്ലാവ് ഉണ്ട് ഇവിടെ, പിന്നെ J33 ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമുക്ക് നിതിനേട്ടൻ കൂടെ ഉണ്ട്. നിതിനേട്ടൻ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ പ്ലാന്റ് നടുന്നത് ഇതിൻ്റെ തൈ ഒരു 3 അടി വീതി, 3 അടി നീളവും, അതുപോലെ ഒരു 3 അടി താഴ്ചയുള്ള ഒരു കുഴി. ഓക്കെ, ചതുരത്തിലുള്ള കുഴി എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ പ്ലാന്റ് നടുന്നത്. ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. അത്യാവശ്യം നീർവാർച്ചയുള്ള സ്ഥലത്താണ് ഇത് ചൂസ് ചെയ്യാൻ നടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനൊരു കുഴി എടുത്ത് അതിലൊരു 50%ഓളം 50% നമ്മൾ മാക്സിമം ഈ മറ്റുള്ള ഇലകളും അതുപോലെ തന്നെ ഈ കൊമ്പ് വെട്ടിയിട്ട് അതുപോലെ ഇലകളും എല്ലാം അത് മാക്സിമം നിറയ്ക്കുക. ഓക്കെ, മാക്സിമം നിറയ്ക്കുക. ചീമക്കൊന്നയുടെ ഇല കിട്ടുമെങ്കിൽ അത് ബെസ്റ്റാണ്. ഓക്കെ, അത്തരത്തിലുള്ള ഈ തോലുകൾ മാക്സിമം ഇട്ട് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരക്കൊട്ട മുക്കാൽ കൊട്ടയുള്ള ചാണകപ്പൊടി വിതറുക. ഓക്കെ, എന്നിട്ട് മാക്സിമം അത് ചവിട്ടി അമർത്തി നമ്മുടെ കുഴിയുടെ ഒരു പകുതിയോളം അത്ര ചവിട്ടി അമർത്തിയിട്ട് അതിന് ശേഷം ബാക്കി അരഭാഗം നമ്മൾ ആ മണ്ണിൻ്റെ കൂടെ നമ്മൾ എല്ലുപൊടിയും, അത് ഏകദേശം 1 കിലോളം എല്ലുപൊടി എടുക്കുക. ഓക്കെ, പിന്നെ വേപ്പിൻ പിണ്ണാക്കും ഏകദേശം 1 കിലോളം വേപ്പിൻ പിണ്ണാക്ക് എടുക്കുക. പിന്നെ ഒരു ചാണകം ഒരു 2 കൊട്ടയോളം ചാണകപ്പൊടി എടുക്കുക. ഈ 3 കാര്യം കൂടെ ഈ ബാക്കിയുള്ള മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഈ കുഴിയുടെ ബാക്കി മുകൾഭാഗം വരെ ഇത് മിക്സ് ചെയ്ത മണ്ണ് നിറയ്ക്കുക. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ തരത്തിൽ ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ പ്ലാന്റ് നടേണ്ടത്. ഓക്കെ, ഇൻ കേസ് നമ്മൾ വാങ്ങുന്ന പ്ലാന്റിൻ്റെ ബെഡ് മണ്ണിനോട് അടുത്ത് വളരെ താഴെയാണ് ഇതിൽ ബെഡ് വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ നിറച്ച ഈ തോല് വെട്ടി നിറച്ചതെല്ലാം ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി താഴത്തേക്കാൻ വരും. ഓക്കെ, ഇത് കമ്പോസ്റ്റ് വളമായിട്ട് മാറും. കമ്പോസ്റ്റ് വളമായിട്ട് മാറുമ്പോൾ ഇതെല്ലാം താഴത്തേക്കാൻ വരും. അപ്പോൾ ഏകദേശം ഒരു 3-4 ഇഞ്ചോളം താഴും ഈ നമ്മുടെ മണ്ണ്. ഓക്കെ, അങ്ങനെ താഴുമ്പോൾ ഒരിക്കലും നമ്മുടെ ബെഡ് മണ്ണിൻ്റെ അടിയിൽ പോകാൻ പാടില്ല. ബെഡ് എപ്പോഴും മുകളിലേക്ക് പൊന്തി നിൽക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ വാങ്ങുന്ന തൈയിൻ്റെ ബെഡ് വളരെ താഴെയാണെങ്കിൽ ആ തൈ കുറച്ച് ഉയർത്തിയിട്ട് വേണം നടാൻ വേണ്ടിയിട്ട്. അത് ഒരിക്കലും ഈ ബെഡ് താഴെ പോകാത്ത രീതിയിൽ. സോ നമ്മൾ എങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ നട്ടതിന് ശേഷം ആദ്യത്തെ 1 വർഷം നമുക്ക് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മളിട്ട് ഈ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും, ഈ ചാണകപ്പൊടിയും, പിന്നെ അത് മാത്രമല്ല ഈ കമ്പോസ്റ്റും, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അതിന് വലിച്ചെടുക്കാൻ പറ്റും. വേറെ വളമൊന്നും ആവശ്യമില്ല. പിന്നെ 1 വർഷം കഴിഞ്ഞ ശേഷമാണ് നമ്മളിതിന് വളം കൊടുക്കേണ്ടി വരുന്നത്. സോ 1 വർഷം കഴിഞ്ഞ ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതൽ നൈട്രജൻ ഉള്ള വളമാണ് കൊടുക്കേണ്ടത്. കാരണം ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് കൂടുതൽ നൈട്രജനാണ് സ്റ്റാർട്ടിങ് ടൈമിൽ ഫസ്റ്റ് ഇയറിൽ ആവശ്യം വരുന്നത്. സോ നമ്മൾ സാധാരണ ഇതിന് 2 തവണ വളം ചെയ്താൽ മതി 1 വർഷം കഴിഞ്ഞ ശേഷം. ഓക്കെ, ഒന്ന് നമ്മളൊരു ജൂൺ മാസം, മഴ തുടങ്ങുന്ന സമയത്ത് ജൂൺ മാസം, ജൂലൈ മാസം എല്ലാം ഒരു വളം ചെയ്യാം. അതിനുശേഷം പിന്നെ ഒരു 4-5 മാസം ശേഷം നമ്മളൊരു നവംബർ, ഡിസംബർ മാസം ആകുമ്പോൾ, മീൻസ് മഴ പോകുന്ന സമയത്ത് ഒരു വളം ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 തവണ വളം ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഇയറെല്ലാം ഈ 2 തവണ വളം ചെയ്യുമ്പോൾ നിങ്ങൾ ചാണകം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ 2 വർഷം ആയി കഴിയുമ്പോഴേക്കും ഈ പ്ലാവ് ഏകദേശം കായ്ക്കാൻ തുടങ്ങും. ഓക്കെ, കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാക്സിമം നൈട്രജൻ വളം കുറച്ചിട്ട് പിന്നെ നമ്മൾ പൊട്ടാഷ് കൂടുതലുള്ള വളമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ 3rd ഇയർ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യത്തെ 1 തവണ നിങ്ങൾ കൊടുക്കുന്നത് ചാണകം കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അവസാനം നവംബർ മാസം എത്തുമ്പോൾ 2ാമത്തെ വളം കൊടുക്കുന്നത് പൊട്ടാഷ് വളം കൊടുക്കുക. അത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് നിങ്ങൾക്ക് കൊടുക്കാം. മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഏകദേശം 60% നമുക്ക് പൊട്ടാഷാണ് വരുന്നത്. സോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുത്താൽ മതി 2ാമത് ചെയ്യുമ്പോൾ. ഓക്കെ,
പിന്നെ നമുക്ക് 4ാമത്തെ വർഷമൊക്കെ വരുമ്പോൾ മാക്സിമം ചാണകം ഒഴിവാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കോഴിവളം കുറച്ചും കൂടെ പൊട്ടാഷ് കണ്ടൻറ്റുള്ള വളമാണ്. കോഴിവളം ഡയറക്റ്റായിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അത് കമ്പോസ്റ്റ് ആക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. കോഴിവളം കമ്പോസ്റ്റ് ആക്കുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈസിയായി ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ചാണകത്തിന് കമ്പയർ ചെയ്യുമ്പോൾ കോഴിവളത്തിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. ചാണകപ്പൊടി നമുക്കൊരു ഒരു 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 ചാക്ക് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 250-300 രൂപ വരുന്നുണ്ട്. നമ്മൾ കോഴിവളമാണെങ്കിൽ ഏകദേശം 60-70 രൂപയ്ക്ക് നമുക്ക് കോഴിവളം കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അത്രേ കോസ്റ്റ് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് ഒരു 3rd ഇയറിന് ശേഷം, ഇപ്പോൾ ഞങ്ങളെല്ലാം ഈ വർഷം ഇപ്പോൾ ഈ 4ാമത്തെ വർഷം എല്ലാം ചാണകം യൂസ് ചെയ്തിട്ടില്ല, കോഴിവളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കോഴിവളവും പിന്നെ അതുപോലെ തന്നെ പൊട്ടാഷ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പൊട്ടാഷ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ മണ്ണിൽ നൈട്രജൻ കുറവാണെങ്കിൽ കുറച്ച് നൈട്രജൻ വളം, കുറച്ച് യൂറിയ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഫോസ്ഫറസ് കുറവാണെങ്കിൽ രാജ്ഫോസ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പാറ അധികമുള്ള മണ്ണാണ്. ഈ പാറ അധികമുള്ള മണ്ണിൽ നമുക്ക് ഇനി ഫോസ്ഫറസിൻ്റെ അളവ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മണ്ണാണ്. അപ്പോൾ ഞങ്ങളിതിൽ ഫോസ്ഫറസ് ആഡ് ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ മണ്ണ് പരിശോധിച്ചപ്പോൾ അത്യാവശ്യത്തിന് ഫോസ്ഫറസ് ഉള്ള മണ്ണാണിത്. അപ്പോൾ ജസ്റ്റ് പൊട്ടാഷ്യം മാത്രമേ കൊടുക്കാറുള്ളൂ, പിന്നെ കുറച്ച് നൈട്രജൻ വളങ്ങൾ കൊടുക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷമെല്ലാം മാഗ്നീഷ്യം സൾഫേറ്റ് കൂടെ കൊടുത്തിരുന്നു. കാരണം മാഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരങ്ങൾക്ക് നൈട്രജനും ഫോസ്ഫറസും വലിച്ചെടുക്കാൻ നല്ല രീതിയിൽ കഴിയുള്ളൂ. സോ അതുകൊണ്ട് മാഗ്നീഷ്യം സൾഫേറ്റ് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ആഡ് ചെയ്തൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പ്ലാന്റിൽ അങ്ങനെ നമ്മൾ വെള്ളം നനയുടെ ആവശ്യമൊന്നും അധികം വരുന്നില്ല. നമ്മൾ പ്ലാന്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ ആ ഒരു വർഷം വരെ 1-1.5 വർഷം വരെ ഇതിൻ്റെ റൂട്ടിൻ്റെ എല്ലാം ഗ്രോത്ത് നല്ല രീതിയിലാവുന്നത് വരെ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കാം. അത് നമ്മളെ ഒരു ജൂൺ മുതൽ ഡിസംബർ വരെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു 3-4 മാസം നല്ല വെയിൽ വരുമ്പോൾ നമ്മളൊന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് അങ്ങനെ നനയുടെ ആവശ്യമൊന്നുമില്ല. ഇതന്നെ നല്ല റൂട്ട് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഇതന്നെ നല്ല രീതിയിൽ വെള്ളം അബ്സോർവ് ചെയ്തെടുത്തോളും. നമ്മൾ വേറെ പ്രത്യേകിച്ച് അങ്ങനെ നനയൊന്നും അങ്ങനെ ഒരു കെയറിൻ്റെ ഒന്നും ആവശ്യത്തിൽ വരുന്നില്ല. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഏകദേശം ഒരു 3 ഫീറ്റിൻ്റെ മുകളിലെത്തിയപ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിരുന്നു. ഓക്കെ, അതിനുശേഷം 2 ബ്രാഞ്ചായി. പിന്നീട് നമ്മൾ ഒരിക്കൽ കൂടെ ഇവിടെ കട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു ബ്രാഞ്ച് താഴേക്ക് ഒന്നുകൊണ്ട് കട്ട് ചെയ്യേണ്ടി വന്നു. സോ ആക്ച്വലി ഈ പ്ലാന്റ് ഒരു തവണ കൂടി ഇത് കട്ട് ചെയ്തിട്ട് ഒരു 4 ബ്രാഞ്ചായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമ്മളെ അത്യാവശ്യം കാറ്റ് വന്നാലും ഇത് ഒടിയാതെ നിൽക്കുള്ളൂ. ഇത് ഇൻ കേസ് ഒരു സിംഗിൾ ബ്രാഞ്ചായിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഇലഭാരം വല്ലാതെ കൂടുവരും 4-5 വർഷം കഴിയുമ്പോഴേക്കും. അത് മാത്രമല്ല, ഇത് ചക്കകളൊക്കെ മുകളിൽ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ മുകൾഭാഗം പൊട്ടി വീഴും. അതിന് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇതൊരു ഓപ്പൺ സ്പേസ്, അത്യാവശ്യം ഒരു ഓപ്പൺ സ്പേസ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇൻ കേസ് നിങ്ങളൊരു ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ പ്രൂൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അഥവാ നിങ്ങൾ കുറച്ച് ഓപ്പൺ സ്പേസിലാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ഇത്തരത്തിൽ പ്രൂൺ ചെയ്ത് ഏറ്റവും കുറഞ്ഞ 4 ബ്രാഞ്ചെങ്കിലുമായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ മറ്റൊരു വിയറ്റ്നാം സൂപ്പർ വെറൈറ്റി പ്ലാന്റ്, ഒരു 5 years 6 years ഓൾഡായ ഒരു പ്ലാന്റാണ്. പക്ഷേ ഈ പ്ലാന്റ് കഴിഞ്ഞ വർഷം, ഈ വർഷത്തെ മഴക്കാലത്തുണ്ടായ ചെറിയൊരു കാറ്റിൽ ഒടിഞ്ഞു വീണു. നല്ല രീതിയിൽ ചക്കേണ്ടുന്ന പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് ഒഴുങ്ങിയൊരു സ്ഥലമാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് ബ്രാഞ്ചൊന്നും ഇല്ലാതെ നേരെ മുകളിലേക്ക് പോയൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെറിയ കാറ്റടിച്ചപ്പോൾ തന്നെ ഈ പ്ലാന്റ് ഒടിഞ്ഞു വീണ്. ഇപ്പോൾ ഇതിൽ ചക്കയൊന്നുമില്ല. മുകൾഭാഗം മൊത്തം ജസ്റ്റ് ഇപ്പോൾ കാണാം, അവിടെ വെച്ച് പകുതി വെച്ച് തന്നെ ഒടിഞ്ഞു വീണു. അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് വെക്കുന്ന പ്ലാന്റ് നിർബന്ധമായി നമ്മൾ താഴെ വെച്ച് തന്നെ അത് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് 2-3 ബ്രാഞ്ച് ആക്കിയിട്ട് പിന്നെ അതും കട്ട് ചെയ്തൊരു 4-5 ബ്രാഞ്ച് രീതിയിൽ വളർത്താൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം പ്ലാന്റിൻ്റെ ഇതിന് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമാണെങ്കിലും ചക്ക ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നന്നായി പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെ പ്ലാന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പ്ലാന്റ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ വെറൈറ്റിൻ്റെ വേറൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് പ്രൂൺ ചെയ്യാതെ തന്നെ വളർത്തിയ, പ്രൂൺ ചെയ്യാതെ നേരെ മുകളിലേക്ക് പോയൊരു പ്ലാന്റാണിത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു 80% കാനലുള്ള സ്ഥലം, ചുറ്റും മരങ്ങളാണ്, തീരെ സൺലൈറ്റ് കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ പ്ലാന്റ് ഉള്ളത്. സോ ഈ പ്ലാന്റിൽ നമുക്ക് 2 ചക്ക നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ സെയിം ടൈം മറ്റേ നമ്മുടെ നേരത്തെ കാണിച്ച പ്ലാന്റിലാണെങ്കിൽ 10, 15, 20 ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഇതിലാകെ ഓരോ സമയത്ത് 2 ചക്കയും 3 ചക്കയും 4 ചക്കയും മാത്രമേ കായ്ക്കുന്നുള്ളൂ. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ കാനലില്ലാത്ത നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു പ്ലാവ് വളർത്തുകയാണെങ്കിൽ അത് നല്ല പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, നല്ല രീതിയിൽ കായ്ക്കും, നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടും. പക്ഷേ സെയിം ടൈം കാനലുള്ള സ്ഥലത്ത് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ചക്ക കായ്ക്കാനുള്ള ചക്ക ഉണ്ടായിരിക്കും, 2 ചക്കയും 3 ചക്കയും 4 ചക്കയും എല്ലാം കായ്ക്കും, പക്ഷേ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. സോ നമുക്കിനി ഈ പ്ലാവിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നാടൻ പ്ലാവും J33 എല്ലാം ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിയറ്റ്നാം സൂപ്പർ വെറൈറ്റി എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. കുറച്ച് പോയിന്റ്സ് പറയാം. ഓക്കെ, ഏറ്റവും ഇതിലൊരു ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ നമ്മളിത് നട്ട് കഴിഞ്ഞ് നിർബന്ധമായും ഒരു 1.5 വർഷം 2 വർഷം ആകുമ്പോഴേക്ക് ഇത് കായ ഉണ്ടാവും, ചക്ക ഉണ്ടാവും. ഓക്കെ, സോ അതിൻ്റെ ഒരു വലിയ പോയിന്റാണ്. പിന്നെ ചക്ക ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ചല്ല, നല്ല രീതിയിൽ നല്ലോണം ചക്ക ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇടിച്ചക്കയുടെ ആവശ്യത്തിനും അതുപോലെ തന്നെ നമ്മൾ ചക്കക്കൂട്ടൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ പഴുത്തി ചക്കേൻ്റെ ആവശ്യത്തിനും എല്ലാം നമുക്ക്
നമുക്ക് ഇഷ്ടംപോലെ ഈ ചക്ക കിട്ടും. ഇതിന് അധികം സ്പേസ് ഒന്നും വീട്ടിൽ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ ഇത് നടാം. വീട്ടിൽ ചെറിയ സ്പേസ് മതി. വലിയ നമ്മൾ നാടൻ പ്ലാവ് പോലെ അത്രയും വലുതായി പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം വരുന്നത്, ഈ പ്ലാവ് നമ്മൾ സാധാരണ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഈ പ്ലാവ്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും വർഷത്തിൽ മിനിമം 2 തവണയെങ്കിലും നമുക്ക് ചക്ക കിട്ടും. നമ്മുടെ നാടൻ പ്ലാവ് ആണെങ്കിൽ 1 തവണ നമുക്ക് ചക്ക കിട്ടും. ഇതിപ്പോൾ ഒരു 3-4 മാസത്തിൻ്റെ ഗ്യാപ്പിൽ ചക്ക കിട്ടിക്കൊണ്ടേയിരിക്കും. 2 തവണയെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ചക്ക പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, നമുക്കിതിൽ എന്താണ് ഇതിൽ പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ, ചക്കയുടെ സൈസ് എല്ലാവരും ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഇതിൽ ചക്കയുടെ സൈസ് കുറവാണെന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ അത്ര വലിയൊരു ഫീലായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചക്കയുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സൈസ് കുറവായിരിക്കും. അത് നമുക്ക് ബേസിക് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ഇത് ഫസ്റ്റ് കായ്ക്കുമ്പോൾ 2-ാം വർഷമെല്ലാം ചക്കയുടെ സൈസ് കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 4-ാം വർഷമെല്ലാം വന്നപ്പോൾ ചക്കയുടെ സൈസ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാടൻ പ്ലാവിൻ്റെ ചക്കയുടെ ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റുന്ന സൈസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്കിതൊരു ചക്കയുടെ സൈസ് ഒരു കുറവാണ് അല്ലെങ്കിൽ തോന്നിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചക്ക പഴുത്ത് നിൽക്കുന്നുണ്ട്. നമുക്കതൊന്ന് ഇട്ട് അതിൻ്റെ വെയിറ്റ് നോക്കാം, എത്രത്തോളം വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ ചുളയും നമുക്ക് കാണിക്കാം എത്രത്തോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രധാനപ്പെട്ടൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ ആൾറെഡി പറഞ്ഞ കാര്യമാണത്, ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇത് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇത് വെക്കുമ്പോൾ നിങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയില്ലാത്ത, കാറ്റധികം എഫക്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇത് അപ്പോൾ നമ്മൾ പഴുത്ത ചക്ക നമുക്കൊന്ന് ഇട്ട് നോക്കാം, എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയണമല്ലോ. സോ നമ്മൾ ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്. 13.3 കിലോ ആണ് ചക്കയുടെ വെയിറ്റ് വരുന്നത്. സോ നമുക്ക് ചക്ക മുറിക്കാം. ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലി. ഇതിന് ചുള ഏകദേശം ഈ ഒരു സൈസാണ് വരുന്നത്. ഒരു ഇളം ചുവപ്പ് നിറത്തിൽ ചുളയാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ കുറച്ചെങ്കിലും സ്ഥലമുള്ളവർ ഒരു പ്ലാവ് എന്തായാലും വാങ്ങിച്ച് വെക്കുക. അപ്പോൾ ഏത് തൈ വാങ്ങിക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്നത്. 4 വർഷത്തോളമായിട്ട് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള എക്സ്പീരിയൻസും അറിവുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്മൾ നട്ടു വളർത്തുന്ന മറ്റു ഫലവൃക്ഷങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.